കാസർഗോഡ് പൈവളികെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത യുഡിഎഫ് അംഗം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് മുസ്ലിം ലീഗ് അംഗം ബിജെപിക്ക് വോട്ട് രേഖപ്പെടുത്തിയത്. ഷഫീഖ് നസ്രുലുണ്ട്. ഷഫീഖ്, കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? പൈവളിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ബിജെപിക്ക് അനുകൂലമായി യുഡിഎഫ് അംഗം വോട്ട് രേഖപ്പെടുത്തിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള ആകെ 5 അംഗങ്ങളിൽ 2 അംഗങ്ങൾ LDFിനും 2 അംഗങ്ങൾ ബിജെപിക്കും, ഒരംഗമാണ് യുഡിഎഫിന് ഉള്ളത്. ഈ ഒരംഗം ബിജെപിക്ക് വോട്ട് രേഖപ്പെടുത്തിയതോടെ 3-2 എന്ന രൂപത്തിൽ LDFിനെ പരാജയപ്പെടുത്തി ബിജെപി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. പൈവളിക പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ മുസ്ലിം ലീഗ് അംഗത്തിന്റെ പിന്തുണയോടെ ബിജെപിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവിയിലെത്താൻ സാധിച്ചത്. കടംകൊടി വാർഡിൽ നിന്ന് ജയിച്ച മൈമൂനത്തുൽ മിസ്രിയാണ് ബിജെപിക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്നത്. നേരത്തെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ബിജെപി അംഗത്തിന് യുഡിഎഫിന്റെ വോട്ട് ലഭിച്ചിരുന്നു. ആ സമയം തന്നെ കോലീബി ബിജെപി ലീഗ് കോൺഗ്രസ് സഖ്യം എന്ന പ്രസ്താവനയുമായി LDF രംഗത്ത് വന്നിരുന്നു. വലിയൊരു ആക്ഷേപം ബിജെപിയെ സഹായിക്കുന്ന യുഡിഎഫ് അംഗങ്ങൾ എന്ന ആക്ഷേപവുമായി LDF രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന്റെ അംഗം ബിജെപിയെ സഹായിച്ചത്. ബിജെപിക്ക് 2 അംഗങ്ങളാണുള്ളത്, LDFിനും 2 അംഗങ്ങളാണ്. മുസ്ലിം ലീഗിനാണ് ഒരംഗം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ 2 അംഗമായ LDFനെതിരെ 3 അംഗങ്ങളുടെ പിന്തുണയോടെ ബിജെപി അധ്യക്ഷ പദവിയിലെത്തിയത്. ഈ 3ാമത്തെ അംഗം മുസ്ലിം ലീഗിന്റെ മൈമൂനത്തുൽ ആണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി ബിജെപിയെ സഹായിച്ചിരിക്കുന്നത്.